धवलावगुण्ठनवती तेजोमयी नैष्टिकी स्निग्धापाङ्गविलोकिनी भगवती मन्दस्मितश्रीमुखी वात्सल्यामृतवर्षिणी सुमधुरं सङ्कीर्तनालापिनी श्यामाङ्गी मधुसिक्तसूक्तिम् अमृतानन्दकामेश्वरी अमृतानन्दकामेश्वरी. അമ്മ സ്നേഹവാത്സല്യങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക്. മനുഷ്യവംശത്തിന് മാത്രമല്ല, സർവചരാചരങ്ങളുടെ മഹാനിഘണ്ടുവിലും അമ്മ എന്ന വാക്കിന്റെ പൊരുൾ ഇതുതന്നെ. വർണ്ണവർഗ ഭാഷാഭേദങ്ങളില്ലാതെ, ജാതിമത ഭേദചിന്തകളില്ലാതെ, വിദ്വേഷ കലുഷിതമായ ഈ ആധുനിക ലോകത്തിനെ ശാന്തിയുടെ മാർഗത്തിലേക്ക് നയിക്കാൻ കാരുണ്യവാനായ ദൈവം അമ്മയുടെ രൂപമെടുത്തത് അതുകൊണ്ടാവാം. ലോകത്തിലെ ഏത് ഭാഷയിലും അമ്മയെ വിളിക്കുന്ന വിളിയുടെ സമാനത യഥാർത്ഥത്തിൽ ഈശ്വരനാമത്തിനു പോലുമില്ല. അമ്മയെപ്പറ്റിയുള്ള മനുഷ്യവംശത്തിന്റെ ചിന്തയുടെ സമാനതയാണ് ഈ വിളിയിലും കേൾക്കുന്നത്. കാണാൻ കഴിയുന്ന ദൈവരൂപങ്ങളാണ് അമ്മമാർ. ഈ അമ്മമാർക്കും അമ്മയാണ് മാതാ അമൃതാനന്ദമയി ദേവി. വിശ്വാസത്തിന്റെ വൈകുണ്ഠമാണിന്ന് വള്ളിക്കാവ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുഴയും കടന്ന് അമ്മയുടെ സന്നിധി തേടിയെത്തുന്നത്. ഇവരുടെ ഓരോരുത്തരുടെയും മനസ്സ് എങ്ങനെ അമ്മയ്ക്ക് കാണാൻ കഴിയുന്നെന്ന് അമ്മയുടെ ഒരു ശിഷ്യനൊരിക്കൽ ചോദിച്ചു. അമ്മ പറഞ്ഞു, മോനെ, അമ്മയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരില്ല, എല്ലാം അമ്മ തന്നെ. അപ്പോൾ പിന്നെ അവരുടെയെല്ലാം മനസ്സ് കാണാൻ എന്താണ് പ്രയാസം? അഹം ബ്രഹ്മമാണെന്നറിയുക, അതേ ബ്രഹ്മമാണ് സകല ചരാചരങ്ങളുമെന്ന് തിരിച്ചറിയുക. ആ അറിവിന്റെ പൂനിലാവ് തമസിന്റെ ലോകത്തിൽ പൂർണ്ണ ചന്ദ്രോദയമാകുക. ഋഷിവര്യന്മാർ പാടിപ്പുകഴ്ത്തിയ മായാകുന്ന മനസ്സിന്റെ മഹത്വം, തത്വജ്ഞാനികൾ വരെ തൊട്ടുവന്ദിക്കുന്ന അമ്മയുടെ പാദങ്ങൾ ചവിട്ടിക്കയറിയ സർവജ്ഞ പീഠമാണ് ഈ മഹത്വം. മന്വന്തരങ്ങളിൽ ഒരിക്കൽ മാത്രം മണ്ണിന് കൈവരാറുള്ള മഹാഭാഗ്യം. അമ്മയുടെ ഒരു തലോടലിൽ, മാതൃസ്നേഹം തുളുമ്പുന്ന ഒരു കൊച്ചു ചുംബനത്തിൽ,
സംസാര ദുഃഖത്തിന്റെ മഞ്ഞുരുകും, ശാന്തിയുടെ പുലർവെട്ടം തെളിയും. അമ്മ ഈ ഭൂമിയെ പോലെയാണ്. ദാഹജലം തേടുന്ന വേരുകളിൽ ജീവജലമായി, ആടി നിൽക്കുന്ന വടവൃക്ഷങ്ങളെ പോലും താങ്ങി നിർത്തുന്ന അടിമണ്ണായി, ദുഃഖങ്ങളും ശാപങ്ങളും സ്വയമേറ്റുവാങ്ങി ശാന്തിയും സ്നേഹവും തിരിച്ചു കൊടുക്കുന്ന സർവം സഹയായ ഭൂമിയാണ് അമ്മ. അമ്മയെ അറിയാൻ അറിവിന്റെ രാജവീഥികളല്ല താണ്ടേണ്ടത്, മറിച്ച് നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ നറുനിലാവ് വീണ നാട്ടുവഴികൾ. അമ്മയുടെ പുഞ്ചിരിയുടെ പൂർണ്ണ ചന്ദ്രോദയത്തിൽ അത് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. ഭോജനം തന്നെ സാധനയാക്കി മാറ്റുക. അമ്മ പറയാറുണ്ട്, ഉള്ളിലിരിക്കുന്ന ഇഷ്ടദൈവത്തെ ഊട്ടുന്നതായി കരുതി വേണം ഭക്ഷണം കഴിക്കാനെന്ന്. കുഞ്ഞുങ്ങളെ ഊട്ടുമ്പോഴും പ്രാർത്ഥനയോടെ ഇഷ്ടദൈവത്തിന് ഉരുള ഉരുട്ടി നൽകുന്നതായി സങ്കൽപ്പിക്കാൻ അമ്മ പറയുന്നു. ഏതിനെയും ദൈവപൂജയാക്കി മോക്ഷമാർഗം തീർക്കുന്ന ഭാരതത്തിന്റെ മഹത്തായ ദർശന പാരമ്പര്യമാണ് അമ്മയുടെ ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച്, ചിന്ത ഉപയോഗിച്ച് വർണ്ണിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാട് പ്രപഞ്ചത്തിലുണ്ട്. എന്നാൽ എത്ര പറഞ്ഞാലും തീരാത്ത വർണ്ണനാതീതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അനുഭവങ്ങൾ ഈ ലോകത്തിലുണ്ട്. വർണ്ണനാതീതം എന്ന് പറയുമ്പോൾ അതിന് അനന്തമായ ഒരു ഭാവം കൂടിയുണ്ട്. അമ്മയെ ഞാൻ ഈ അനന്തഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കിനതീതമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് കാണുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനസ്സിനെത്തിപ്പെടാൻ കഴിയാത്ത, ബുദ്ധിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത, വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്ത ഒരത്ഭുതം, അതാണ് അമ്മ. മുളനാഴി കൊണ്ട് സമുദ്രതീരത്തെ മണലളക്കുന്നതുപോലെ വ്യർത്ഥവും നിരർത്ഥകവുമാണ് യുക്തി കൊണ്ട് ഈശ്വര ചൈതന്യത്തെ അറിയലും. യുക്തിക്കും ബുദ്ധിക്കുമെല്ലാം അപ്പുറം നിത്യശാന്തിയുടെ കടൽക്കാറ്റ് വീശുന്ന സ്നേഹത്തിന്റെ വെൺമണൽ തിട്ടയാണ് ഈശ്വരൻ. കാരുണ്യത്തിന്റെ കടലലകൾ പുണർന്നുമ്മ വയ്ക്കുന്ന സ്നേഹത്തിന്റെ ആ വെൺമണൽ തിട്ടയാണ് വിശ്വാസികൾക്കിന്ന് അമ്മയുടെ മടിത്തട്ട്. ആധ്യാത്മികതയും ഭൗതികതയും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായമാണ്, പ്രത്യേകതരം സങ്കല്പമാണ് അമ്മ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ആന്തരികമായിട്ടുള്ള സൃഷ്ടി മാറ്റം മനുഷ്യ മനസ്സിൽ വരുത്തുകയും അതിൽ നിന്നുണ്ടാകുന്ന ശക്തി സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായാണ് ഇന്ന് നമ്മൾ കാണുന്ന
വലിയ ഒരു സേവന പരമ്പരയ്ക്ക് അമ്മ ജന്മം നൽകിയിട്ടുള്ളത്. നിഷ്ക്രിയത്വമല്ല, കർമ്മകുശലതയാണ് ആത്മീയതയെന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾക്കിട്ട അടിവരയാണ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമങ്ങൾ. ആർക്കും ചെയ്യാൻ കഴിയാത്തത് അമ്മ ചെയ്യുന്നു. ആരും ചെയ്യുന്നതിനേക്കാൾ നന്നായി എല്ലാം അമ്മയുടെ മക്കൾ ചെയ്യുന്നു. ആതുര സേവന രംഗത്തെ അനുഗ്രഹ വർഷമായി തീർന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവതാരങ്ങൾ അവർ അവതരിച്ച കാലഘട്ടത്തെ പോലും ശുദ്ധീകരിക്കുന്നതിന്റെ തെളിവാണ് ആധ്യാത്മികതയുടെ മൂല്യമറിഞ്ഞ ഭാരതത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം. ആയിരത്തി 1998 മെയ് 17 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഈ അശ്വനി ദേവക്ഷേത്രം ലോകത്തിനായി തുറന്നുകൊടുത്തു. I am happy that my first official program itself has an auspicious and humanitarian ring about it. I am indeed honored to inaugurate the Amrita Institute of Medical Sciences and Research Center here in Kochi today. My sense of being honored is greatly enhanced by the fact that this institute bears the name of Mata Amritanandamayi Devi Ji. നിത്യദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന സാധാരണ മനുഷ്യന്റെ അവന്റെ നെഞ്ചിലെ മുറിവിലാണ് അമ്മ സ്നേഹസ്പർശം കൊണ്ട് തൈലലേപനം നടത്തുന്നത്. മുറിവേറ്റ് കരയുന്ന കുഞ്ഞിനോട് നീ ശരീരമല്ലെന്ന് പറയുന്നതിലെ അർത്ഥശൂന്യത ഈ അമ്മ അറിയുന്നു. മുറിവുണങ്ങാൻ അമ്മ നൽകുന്ന മരുന്നാണ് ഇവിടെ ആധ്യാത്മികത. അതുകൊണ്ടാണ് ലോകത്തെവിടെയുമുള്ള നോവുന്ന മനസ്സുകൾക്ക് ആശ്വാസത്തിന്റെ അമ്മ വീടായി അമൃതപുരി മാറുന്നത്. എവിടെ സ്നേഹമുണ്ടോ അവിടെ ഈശ്വരനുണ്ട്. എവിടെ കാരുണ്യമുണ്ടോ അവിടെ ഈശ്വരനുണ്ട്. എവിടെ നിഷ്കളങ്കതയുണ്ടോ അവിടെ ഈശ്വരനുണ്ട്. എവിടെ പരിപൂർണതയുണ്ടോ അവിടെ ഈശ്വരനുണ്ട്. ഈശ്വരൻ്റെ ഈ അനന്തമായ ഗുണങ്ങൾ നമുക്ക് അമ്മയിൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് പ്രവഹിക്കുന്നത്. മരണത്തിന് ശേഷം
കിട്ടാൻ പോകുന്ന ഒരു സ്വർഗത്തിന് വേണ്ടിയായിരുന്നില്ല ഭാരതീയൻ്റെ ഈശ്വരവിശ്വാസം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കുമെന്ന് മഹാത്മാക്കൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ചിരുന്നു. ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഇവിടെ തന്നെ സ്വർഗം സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന് മഹാത്മാക്കളുടെ ജീവിതം തെളിയിക്കുന്നു. അമ്മയുടെ ജീവിതത്തിലും അതാണ് സംഭവിച്ചത്. ദരിദ്രരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കടലോര ഗ്രാമത്തിലാണ് അമ്മ ജനിച്ചത്. കുട്ടിക്കാലത്ത് ആ കടലോര ഗ്രാമത്തിലെ ദുഃഖിതരായ ആളുകളുടെ കുടിലുകളിൽ അമ്മ കയറിയിറങ്ങാറുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ അമ്മ നേരിൽ കണ്ടു. എങ്ങനെ ഇവരെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് അമ്മ ഏകാന്തതയിൽ ആലോചിച്ചു. ആ കടൽ തീരത്ത് അമ്മ കൊടും തപസ് അനുഷ്ഠിച്ചു. പ്രപഞ്ച രഹസ്യങ്ങൾ അനാവരണം ചെയ്തു. ലോകത്തെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള രഹസ്യങ്ങൾ അമ്മ കണ്ടെത്തി. അർച്ചനയ്ക്കായി ഒരു പുഷ്പമിറുക്കുമ്പോൾ അറിയാതെയെങ്കിലും അതിൻ്റെ പരിമളം ആദ്യം അറിയുന്നത് നമ്മൾ തന്നെയാണ്. കഷ്ടപ്പെടുന്നവർക്കായി ചെയ്യുന്ന നിസ്വാർത്ഥ സേവനവും അതുപോലെ തന്നെയാണെന്ന് അമ്മ പറയുന്നു. സേവനത്തിൻ്റെ പരിമളം ആധ്യാത്മികതയുടെ അനന്തവിശാലതയിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ടെത്തിക്കും. സിംഗപ്പൂരിലെ ഒരു വൃദ്ധസദനം. പുണ്യം കവർന്നെടുത്ത് തെരുവിലെറിയപ്പെട്ട പൂജാപാത്രങ്ങൾ. ഇവരുടെ താന്തമായ ഈ വാർദ്ധക്യം തന്ന ദാനമാണ് ഇന്നത്തെ ലോകത്തിന്റെ യൗവനമെന്ന് നാം മറന്നു. ഇവരുടെ വേച്ചുപോകുന്ന കാൽവയ്പ്പുകളാണ് നമ്മളെ നടക്കാൻ പഠിപ്പിച്ചതെന്നും എല്ലാം അമ്മ അറിയുന്നു. ഇവരുടെ അന്ധത ബാധിച്ച നേത്രങ്ങൾക്കുള്ളിലെ ഉൾക്കണ്ണ് അമ്മയെയും അറിയുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അൾത്താരയിലും അമ്മയ്ക്കിടമുണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപവിമോചനത്തിനായി കുരിശിലേറിയ യേശുദേവന്റെ ത്യാഗവും ദിവ്യമായ സ്നേഹവും അമ്മയിലും ഇവർ ദർശിക്കുന്നുണ്ടാവാം. Holiness, Martha, Amrita, Nandamai, Devi to Dubai. അല്ലാഹു മാത്രമേ സത്യമായുള്ളൂ എന്ന് ഉദ്ഘോഷിക്കുമ്പോഴും അമ്മയെ അംഗീകരിക്കാൻ മതത്തിന്റെ മതിൽക്കെട്ടുകൾ ഇവർക്ക് തടസ്സമാകുന്നില്ല. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇസ്ലാമുമെല്ലാം അമ്മയുടെ പുന്നാര മക്കൾ തന്നെ. കേരളത്തിലെ ആരുമറിയാത്തൊരു കടലോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന, പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഒരു ഗ്രാമീണ യുവതി ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പീഠത്തിൽ കയറി നിന്ന് ലോകമതാധ്യക്ഷരോടും ലോകപ്രശസ്ത പണ്ഡിതരോടും സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ആർദ്രമായ ആ ശബ്ദം ലോകം കാതോർക്കുന്നു. അത്ഭുതം, മറ്റൊരു വാക്കുമില്ല അതിനെ വിശേഷിപ്പിക്കാൻ. തേങ്ങുന്നവർക്ക് അലിവും തേടുന്നവർക്ക് ദർശനവുമാകാൻ
ഈ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സ്വാമി വിവേകാനന്ദന് ശേഷം ഇതുപോലൊരു ശബ്ദം ലോകത്തിന്റെ കാതിൽ ഇതുവരെ മുഴങ്ങിക്കാണില്ല. ഭാരതം അതാണ്. ആധ്യാത്മികതയുടെ ഊർജ സ്രോതസ്സാണ് ഭാരതം. ഭാരതത്തിന് അതിർത്തികളില്ല. ഭാരതം ഒരു ഭൂഖണ്ഡത്തിലും പെടുന്നുമില്ല. എവിടെ ആധ്യാത്മികതയുടെ തിരുവട്ടം തെളിയുന്നുവോ, എവിടെ ബോധിവൃക്ഷത്തിൻ തളിരിലകൾ കിളിർക്കുന്നുവോ, അവിടെയാണ് ഭാരതം. കാലഭേദങ്ങളില്ലാതെ എവിടെ ബോധോദയം ലഭിച്ചവനും ബുദ്ധനാണ്. ബുദ്ധിയിൽ ബോധം തെളിഞ്ഞവൻ. ഈ ബോധമാണ് ഭാരതം. ഭൗതികതയിൽ മുങ്ങിയ ആധുനിക ലോകത്തിനാകെ ആധ്യാത്മികതയുടെ അനുസ്യൂതമായ വിദ്യുത് സ്ഫുരണമാണ് എന്നും ഭാരതം. സംഘർഷങ്ങളുടെയും കണ്ണീരുവീണ മണ്ണിൽ ശാന്തി സമാധാനം വഴി അതിർവരമ്പുകളില്ലാത്ത സംഗീതത്തിന്റെ അലകൾ പോലെയാണ് അമ്മയുടെ സ്നേഹം. അമ്മയുടെ സ്നേഹം പോലെ സംഗീതത്തിനും ഭാഷയില്ല. സ്നേഹാദ്രമായ ഹൃദയതടങ്ങളിൽ സംഗീതത്തിന്റെ ശ്രുതിസ്പർശം പോലെയാണ് വേദനയിൽ അമ്മയുടെ കരസ്പർശം. വിടരാത്ത പൂമുട്ടിന് ഭംഗിയോ സുഗന്ധമോ ഇല്ല. അമ്മ വിരൽ തൊട്ട് വിടർത്തുന്നത് ഓരോ വ്യക്തിയുടെയും ഹൃദയപുഷ്പത്തെയാണ്. അങ്ങനെ സ്നേഹസൗരഭം ചുരത്തുന്ന വലിയൊരു നന്ദനോദ്യാനത്തിന്റെ ഉദ്യാനപാലകയാണിന്നമ്മ. ഹോമിക്കുന്ന ഹവിസ് പലതാണെങ്കിലും അഗ്നി അതിനെയെല്ലാം ഒന്നാക്കി മാറ്റുന്നു. ജ്ഞാനത്തിന്റെ അഗ്നിയിൽ നാനാത്വം എരിഞ്ഞു തീരുന്നു. പല പല മതങ്ങൾ, പല ദൈവങ്ങൾ, പക്ഷേ അമ്മയുടെ മുന്നിൽ അതെല്ലാം ഒന്ന്. ദ്വൈതവും അദ്വൈതവും ഇവിടെ അമ്മയെന്ന ഏകത്വത്തിൽ വന്നു നിൽക്കുന്നു. അങ്ങനെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ ബ്രഹ്മസ്ഥാനമായി തീരുന്നു അമ്മയുടെ സന്നിധി. ഗുജറാത്ത് ഭൂകമ്പം തകർത്തെറിഞ്ഞത് കെട്ടിടങ്ങൾ മാത്രമല്ല, ഒരു ജനപഥത്തിന്റെ മുഴുവൻ ജീവിതവും ജീവനുമായിരുന്നു. സേവനം ജീവശ്വാസമാക്കിയവരാണ് അമ്മയുടെ മക്കൾ. ദുരന്തവാർത്ത അറിഞ്ഞ ഉടൻ ഏതു നിമിഷവും വീണ്ടും ഭൂകമ്പമുണ്ടായേക്കാം എന്നുള്ളതെല്ലാം തൃണവൽക്കരിച്ച് അവർ പുറപ്പെട്ടു. ദുരന്തത്തിന്റെ അതിദാരുണമായ മുഖങ്ങളാണ് അവർ അവിടെ കണ്ടത്. മുറിവേറ്റ കുഞ്ഞുങ്ങൾ, അംഗഭംഗം വന്ന സാധുക്കൾ, കുഞ്ഞു മരിച്ച അമ്മമാർ, അനാഥരാക്കപ്പെട്ട കുഞ്ഞുമക്കൾ. മുറിവിൽ മരുന്നായി, വേദനയിൽ ആശ്വാസവും താങ്ങുമായി അമ്മയുടെ മക്കൾ ആ ദൗത്യം നിറവേറ്റി.
മാതൃവാത്സല്യം നിറഞ്ഞ സേവനത്തിന്റെ ദൗത്യം. ശ്മശാനമൂകത വിങ്ങുന്ന വിജനതയിലെ ഈ അനാഥത്വത്തിന് മരുന്നു മാത്രം പോരെന്ന് അമ്മ അറിഞ്ഞു. കർമ്മങ്ങൾ ധർമ്മമാക്കുക, മനുഷ്യജന്മം പുണ്യമാക്കുക. അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മക്കൾ ഭൂകമ്പം തകർത്ത ഗുജറാത്തിന്റെ പുനർനിർമ്മിതി ഏറ്റെടുത്തു. അതിർവരമ്പുകളില്ലാത്തതാണ് അമ്മയുടെ സ്നേഹം. അമ്മയോടുള്ള സ്നേഹവും അങ്ങനെ തന്നെ. സ്നേഹം സേവനമാക്കി മാറ്റിയവരായിരുന്നു ഇവരെല്ലാം. സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തി പണിതുയർത്തിയ ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ആത്മീയോത്കർഷത്തിന്റെ പുതിയ പാഠപുസ്തകങ്ങളാണ്. അഭിനന്ദനങ്ങൾ പൂജാമലരുകളാകുമ്പോൾ പൂർത്തീകരിക്കപ്പെട്ടത് അമ്മയുടെ സ്നേഹത്തിന്റെ വലിയൊരു ദൗത്യമായിരുന്നു. അമ്മയുടെ സ്നേഹത്തിന്റെ തണലിലേക്ക് ഓടിയെത്തുന്നവരെ വാത്സല്യത്തോടെ എടുത്തുമ്മ കൊടുത്തിട്ട് അമ്മ പറയാറുണ്ട്, അമ്മ ഈ ശരീരമല്ല, മറ്റുള്ളവരിലും അമ്മയെ കാണാൻ ശ്രമിക്കുക. അമ്മയെ സ്നേഹിക്കുക എന്നാൽ ലോകത്തിലെ സകല ചരാചരങ്ങളെയും സ്നേഹിക്കുക എന്നാണ് അർത്ഥമെന്ന് അമ്മ പഠിപ്പിക്കുന്നു. അത്യപൂർവമായ ആത്മീയതയുടെ ഇത്തരം മുഖങ്ങളാണ് ആധുനികതയെപ്പോലും അംഗഭംഗം വരുത്താതെ മുന്നോട്ട് നയിക്കുന്നത്. സർവചരാചരങ്ങളെയും സമഭാവത്തോടെ കാണുന്ന അമ്മ പറയുന്നു, ഈ പ്രകൃതിയാണ് നമ്മുടെ ജീവിതക്ഷേത്രം. ഈ പ്രകൃതിയാണ് നമ്മുടെ അസ്തിത്വത്തിന്റെ നിദാനം. ഈശ്വരൻ ഇല്ലെന്ന് പറയുമ്പോൾ നാം നിഷേധിക്കുന്നത് നമ്മുടെ അസ്തിത്വത്തെ തന്നെയാണ്. പ്രകൃതിയെ നിരാകരിക്കുന്നതും അതുപോലെ തന്നെയെന്ന് അമ്മ പറയുന്നു. കാരണം ഇന്ദ്രിയ പ്രത്യക്ഷമായ ഈശ്വര ചൈതന്യമാണ് പ്രകൃതി. മണ്ണിലും വിണ്ണിലും പുല്ലിലും പുഴുവിലും അമ്മ കാണുന്നതൊന്നു മാത്രം, അമ്മയെ മാത്രം. അതെ, സർവവ്യാപിയായ ദൈവത്തെ മാത്രം. ഈശ്വരൻ സർവവ്യാപിയാണെങ്കിൽ എന്തിനു പിന്നെ ക്ഷേത്രങ്ങൾ, എന്തിനീ ഗുരുസന്നിധികൾ? അമ്മ പറയുന്നു, കാറ്റെല്ലായിടത്തുമുണ്ടെങ്കിലും വൃക്ഷച്ചുവട്ടിലിരിക്കുമ്പോഴുള്ള കുളിർമ മറ്റെങ്ങുമില്ല. വ്യോമാതിർത്തികളും സപ്തസാഗരങ്ങളും കടന്ന് അമ്മയുടെ സ്നേഹം ദിവ്യമായ സൗഗന്ധിക പുഷ്പത്തിന്റെ ഗന്ധം പോലെ ലോകമെങ്ങും പരക്കുന്നു. തളിരിലകളിൽ കാറ്റുപോലെ, കളകൂജനം ചെയ്യുന്ന കിളികളെ പോലെ അമ്മയുടെ സ്നേഹം കാലത്തിനും ദേശത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കുമെല്ലാം അതീതമാണ്. Assalamualaikum.
അഹംഭാവത്തിന്റെ കൊച്ചുതിരി അണച്ചു കളയാൻ അമ്മ പറയുന്നു. എങ്കിലേ ഈശ്വര സ്നേഹത്തിന്റെ ശരദിന്ദു കൊളുത്തുന്ന നിലാവെളിച്ചത്തെ കാണാൻ കഴിയും. ജനനമുള്ളിടത്തോളം ജനനിയുമുണ്ട്, മക്കളുള്ളിടത്തോളം ഈ അമ്മയും. ആദിമധ്യാന്തങ്ങളില്ലാത്ത അനന്തവിശാലതയാണ് അമ്മയുടെ സ്നേഹം. വാനമുള്ളിടത്തോളം ഈ ഭൂമിയുള്ളിടത്തോളം സ്നേഹസമുദ്രമായി നിന്ന് കാരുണ്യത്തിന്റെ അലകളായി വന്ന് നീ ഞങ്ങളെ വാരിപ്പുണരുക. പുലരിമഞ്ഞിന്റെ പനിനീരിൽ കഴുകിയ ഹൃദയപുഷ്പങ്ങൾ അമ്മേ, നിന്റെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അമൃതമയീ